ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ മിംബി ട്രേഡർ വ്ളോഗ്സ്. എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? എങ്ങനെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ റിട്ടേൺസ് നമുക്ക് കിട്ടുമോ? അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ടാകും. സ്റ്റോക്ക് മാർക്കറ്റിൽ ലോങ് ടേം ചെയ്യുന്നവരുണ്ടാകും, സ്വിംഗ് ട്രേഡ് ചെയ്യുന്നവരുണ്ടാകും, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്തവർ പോലെ ഉണ്ടാകും. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ജേണിയിലൂടെ ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് നമുക്ക് ഒരുമിച്ച് പഠിച്ചു തുടങ്ങാം. ട്രേഡിങ്ങിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കമ്പനികളുടെ ഓഹരികൾ കുറഞ്ഞ വിലയിൽ മേടിച്ച് വില കൂടുമ്പോഴാണ് നമുക്ക് ലാഭം ലഭിക്കുന്നത്. പക്ഷേ അതിൽ തന്നെ ഒരുപാട് ഡൗട്ട് വരുന്നുണ്ട്. എവിടെ പോയാണ് നമ്മൾ ഓഹരികൾ മേടിക്കുന്നത്? നമ്മളുടെ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോകുമോ? നമുക്ക് റിട്ടേൺസ് കിട്ടുമോ? എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം? അങ്ങനെ കുറേ സംശയങ്ങളുണ്ട്. ഇനി നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ഒരു ഡിമാറ്റ് അക്കൗണ്ടാണ്. അതിനായി നമ്മുടെ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് പ്രൂഫ് എന്നിവ ഉണ്ടെങ്കിൽ ഫ്രീ ആയി ഡിമാറ്റ് അക്കൗണ്ട് നമുക്ക് തുടങ്ങാം. ഡിമാറ്റ് അക്കൗണ്ടിൽ നിന്നും നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു ഡിസ്കൗണ്ട് ബ്രോക്കറാണ് സെറോദ. നിങ്ങൾക്കും ഒരു നല്ല ട്രേഡറാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ ഈ ജേണിയിൽ ജോയിൻ ചെയ്യുക. ദിസ് ഈസ് മീ നമ്ര പ്രജു. ഇനി അടുത്തത് നമ്മൾ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ചാർട്ട് എങ്ങനെയാണ് കിട്ടുകയെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ട്രേഡിംഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റാണ് ഉപയോഗിക്കുന്നത്. ജസ്റ്റ് ഗൂഗിളിൽ ട്രേഡിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് അതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. അതിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ നമുക്ക് വേണ്ട കമ്പനികളുടെ ഷെയർ ആഡ് ചെയ്തിടുക. നമ്മൾ ഇനി സ്റ്റോക്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, നമ്മൾ ഒരു സ്റ്റോക്ക് മേടിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ സ്റ്റോക്ക് മേടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ട ഒരു ഇതാണ് അതിൻ്റെ വോളിയം നല്ലോണം കൂടുതലാണെങ്കിൽ നമ്മൾ ആ സ്റ്റോക്ക് 100% ഷുവറാണ്. മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് പറ്റും. നമ്മൾ വോളിയം നോക്കാനായിട്ട് നമ്മുടെ ട്രേഡിംഗ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് തുറക്കുമ്പോൾ തന്നെ അത് ചാർട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇൻഡിക്കേറ്റേഴ്സൊക്കെ നമ്മൾ ആഡ് ചെയ്യണതാണ്. അതിനായിട്ട് മുകളിൽ കാണുന്ന ഇൻഡിക്കേറ്റേഴ്സിൽ പോവുക. അതിൽ വോളിയം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഫേവറേറ്റ് ആക്കിയിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നമ്മുടെ വോളിയം അതിൻ്റെ അടിയിൽ കാണും. വോളിയം നല്ല കൂടുതലാണെങ്കിൽ അതിൻ്റെ അടിയിൽ ഇങ്ങനെ കുറേ വരകളുണ്ടാവും. അത് കൂടുതലാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ എത്രയാണ് നോക്കുക, അപ്പുറത്തെ സൈഡിൽ വോളിയം മില്യനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഉറപ്പായിട്ടും മേടിക്കാം. സ്റ്റോക്കിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയണത്. നമുക്കത് 100% റിട്ടേൺസ് കിട്ടും. ഇൻട്രാഡേ നമുക്ക് വോളിയം കൂടുതൽ ഏത് ചാർട്ടിനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചാർട്ടിങ് ഓപ്പൺ ചെയ്യുക. ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് ചാർട്ടിങ് ഓപ്പൺ ചെയ്ത് ചാർട്ടിങ്ങിൽ കയറിയിട്ട് നമ്മൾ 15 മിനിറ്റ്സ് ബ്രേക്കൗട്ടിൻ്റെ ഇതെടുക്കുക. ഫസ്റ്റ് ഓപ്പൺ ചെയ്താൽ വരുന്ന അതാണ്. അതിൽ റൈറ്റ് സൈഡിൽ വോളിയംസ് ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതലുള്ള വോളിയംസ് ഏതാണെന്ന് നോക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമ്മുടെ ചാർട്ട് ട്രേഡിങ്ങിലെ ചാർട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഏത് സ്റ്റോക്കാണ് ഇപ്പോൾ ബൈ ചെയ്യേണ്ടത്, ഏത് സ്റ്റോക്കാണ് സെൽ ചെയ്യേണ്ടത് നമുക്ക് കാണാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. എങ്ങനെ നോക്കിയിട്ട് നമ്മൾ സ്റ്റോക്കുകൾ സെലക്ട് ചെയ്യും. നല്ലൊരു മെത്തേഡാകുന്നത് വോളിയം കൂടുന്നതിനനുസരിച്ച് നമുക്ക് ബൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് കിട്ടും ചെയ്യും.